ഒറ്റയടിക്കാണ് അത് സംഭവിച്ചത്. ഒന്നിനു പിറകെ ഒന്നായി 5 കിടാങ്ങൾ. ആദ്യം ശശിധരക്കുറുപ്പിന്റെ ഉള്ളൊന്ന് ആളിയെങ്കിലും ഓരോന്നും സുഖപ്രസവമാക്കി കറുമ്പി സഹകരിച്ചപ്പോൾ അമ്പരപ്പൊന്നടങ്ങി. തഴവ വടക്കത്തു വീട്ടിലെ ശശിധരക്കുറുപ്പിന്റെ കറമ്പി പശുവാണ് പ്രസവ പെരുമ കൊണ്ട് കാലിപ്രസവത്തിലെ അപൂർവ ചരിത്രമെഴുതിയത്. 4 പൈക്കിടാങ്ങളെയും ഒരു മൂരിക്കിടാവിനെയും ഗർഭപാത്രത്തിൽ നീണ്ട 9.5 മാസം അവൾ ചുമന്നു നടന്നു. ഒടുവിൽ പ്രസവവേദന പോലും പുറത്തു കാണിക്കാതെ ഒന്നൊന്നായി വയറൊഴിഞ്ഞപ്പോൾ അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമായി. വിദേശികളും സ്വദേശികളുമായി നിരവധി സന്ദർശകർ എത്തിയതോടെ കുറുപ്പ് സദാസമയവും തിരക്കിലാണ്. 16/10/2007 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയായ പശുവിന് പ്രസവത്തിന്റെ അസുഖം തുടങ്ങി. 4:30 ആയപ്പോൾ ആദ്യത്തെ കുട്ടി ഇങ്ങോട്ട് വരാൻ പ്രയാസം തോന്നി. അത് ഞാനും ഭാര്യയും കൂടി ചേർന്ന് എടുത്തു. സെക്കൻഡ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും പിറന്നു. പിന്നെ 1 മണിക്കൂറിന് ശേഷമാണ് മൂന്നാമത്തെയും നാലാമത്തെയും 5 കുട്ടികൾ പിറക്കുന്നത്. മൂന്നാമത്തേത് ആൺകുട്ടി, 4ഉം 5ഉം പെൺകുട്ടി. 1 മണിക്കൂർ ഞാൻ പശു ചാടി എണീക്കുകയും ചെയ്തു. കാലിപ്രസവത്തിൽ 5 കിടാങ്ങൾ കേരള ചരിത്രത്തിൽ ഇതാദ്യമാണ്. സാധാരണ മതിയിൽ നിന്നും വ്യത്യസ്തമായി ഒന്നിലധികം അണ്ടങ്ങൾ ഗർഭപാത്രത്തിലെത്തുമ്പോൾ സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമാണ് ഇതെന്ന് വിദഗ്ധർ പറയുന്നു. ശശിധരക്കുറുപ്പിന്റെ പേരക്കിടാവാകട്ടെ കളിക്കാൻ 5 കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലാണ്. ഇതിനിടെ കറുമ്പിയെ തേടി സർക്കാർ സഹായങ്ങൾ നിരവധിയെത്തി. ക്ഷീരവികസന വകുപ്പിന്റെ പാൽപാത്രങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പിന്റെ മരുന്നുകളും കാഫ് കിറ്റുകളും, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ 1 ടൺ വൈക്കോലും ഒക്കെയും വടക്കത്ത് വീട്ടിലെത്തി. മൃഗസംരക്ഷണ വകുപ്പ് കറുമ്പിയെയും കിടാങ്ങളെയും ദത്തെടുക്കുന്നതായി മന്ത്രി ശ്രീ സി ദിവാകരൻ തന്നെ നേരിട്ടെത്തി പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പരിരക്ഷയും കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയും തുടരെ നൽകും എന്ന പ്രഖ്യാപനം ശശിധരക്കുറുപ്പിന് ആശ്വാസമായി. കറുമ്പിക്ക് പ്രസവച്ചടവോ ക്ഷീണമോ തീരെയില്ല. 5 മക്കൾക്കും പാലാഴി തീർക്കാൻ 4 മുലക്കാമ്പേയുള്ളൂ എന്ന പരിഭവം മാത്രം. എങ്കിലും എല്ലാവർക്കും സന്തോഷം ചുരത്താൻ കറുമ്പി റെഡി. പശു വളർത്തലിലെ ബോണസുകളാണ് പശുക്കുട്ടികളെങ്കിൽ കുറുപ്പിന് ഒറ്റയടിക്ക് 5 ബോണസുകളാണ് ലഭിച്ചിരിക്കുന്നത്. പശുവിന്റെയും കിടാങ്ങളുടെയും കീർത്തി കടൽ കടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വാർത്തകൾ. കുറുപ്പിനും കിടാങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരാം.